മീനച്ചിൽ ഹോംസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവരെയും കൂട്ടിക്കൊണ്ടുപോകുന്നു. ഞാൻ ബിജു പാല. ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് പാല പൊൻകുന്നം റോഡിൽ പൈക ടൗണിന് സമീപത്തായിട്ട് തന്നെ നമുക്കൊരു 15 സെൻറ്റ് സ്ഥലത്തിൽ 2100 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം 4 അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു വീടിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് നിങ്ങളെ ഏവരെയും കൂട്ടിക്കൊണ്ടുപോവുക. ഇത് മുറ്റത്തിൻ്റെ പണികൾ, ശക്തമായ മഴ കാരണം മുറ്റത്ത് ചിപ്സ് ഇടാനുള്ള പണികൾ ഒക്കെ ചെയ്ത് തീർക്കുവാനായിട്ടുണ്ട്. ഇത് ടാർ റോഡാണ് ഈ വരുന്നത്. ഈ ടാർ റോഡിൽ നിന്നും ഈ പറയുന്ന ഈ വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ദൂരം ഇത്രയും മാത്രമാണ്. ബസ് റോഡിൽ നിന്നും ഏകദേശം 100 മീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്കുള്ളത്. നല്ല വീതിയുള്ള റോഡ് തന്നെ. നമുക്ക് വന്നു കഴിഞ്ഞാൽ ഈ 15 സെൻറ്റ് സ്ഥലത്തിലേക്ക് നമ്മൾ ഇറങ്ങി മുറ്റത്തിൻ്റെ മതിൽ പെയിൻ്റ് അടിക്കുവാനുണ്ട്, ഗേറ്റ് പെയിൻ്റ് അടിക്കുവാനുണ്ട്, അതുപോലെ മുറ്റത്ത് ചിപ്സ് ഇടുവാനുണ്ട്. അങ്ങനെയുള്ള കുറച്ച് പണികൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇഷ്ടംപോലെ കുടിവെള്ളം ലഭിക്കുന്ന നല്ല അതിഗംഭീരമായിട്ടുള്ള നല്ല ഒരു മേഖലയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന നല്ല ഒരു അടിപൊളി വീട്. ഇതൊരു സിവിൽ എഞ്ചിനീയർ തന്നെ പണിയിപ്പിച്ച വീടാണ് എന്ന് പറയുമ്പോൾ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ വീടിൻ്റെ മാറ്റ് ഒന്നുകൂടി വർദ്ധിപ്പിക്കുക. കാരണം മറ്റൊന്നുമല്ല, ഓരോ കൂട്ടിലും കാര്യങ്ങളിലും ഇപ്പം സിമെൻറ്റിൻ്റെ കൂട്ടാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളിലും അതിൻ്റെ ഒരു എൻജിനീയറിങ് ഒരു കരവിരുത് ഇതിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കണ്ട് നമ്മൾ വീണ്ടും വീടിൻ്റെ ഫ്രണ്ട് വശത്തേക്കൊന്ന് പോവുകയാണ്. ചുറ്റുമുള്ള ജനൽപ്പാളികൾ കംപ്ലീറ്റ് തേക്കാണ്. അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് വശത്തേക്ക് പോയി കഴിയുമ്പോൾ നമ്മൾ ഇഷ്ടംപോലെ മുറ്റമുണ്ട്. നമുക്ക് വീട്ടിലൊരു ഫംഗ്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നടത്താനായിട്ടുള്ള മുറ്റമാണ്. ഈ വീടിന് സ്ഥലത്തിനും കൂടെ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 90 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ പ്രൈസാണ്. നമുക്ക് ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വ്യൂവ്. നല്ല ഒരു ഫ്രണ്ട് വ്യൂവോട് കൂടി ഇരിക്കുന്ന നല്ല ഒരു ഗംഭീര വീട് തന്നെ. ഈ സൈഡിൽ ഗാർഡൻ ചെയ്യുവാനായിട്ടുള്ളതാണ്. ഈ മഴ കാരണം ഒന്നും സാധിക്കുന്നില്ല. അതുകൊണ്ട് ഏകദേശം 2 ആഴ്ചയോളമായി മീനച്ചിൽ ഹോംസിന് വീഡിയോ എടുക്കുവാനായിട്ട് അവർ പറഞ്ഞിട്ട് മഴയൊന്ന് കഴിഞ്ഞോട്ടെ, ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുകയായിരുന്നു. മഴ കാരണം ഒന്നും നടക്കുന്നില്ല എന്ന് തോന്നിയിട്ടാണ് ലാസ്റ്റ് നമ്മൾ വീഡിയോ എടുക്കുവാനായിട്ട് തന്നെ വന്നത്. ഇവിടെ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വ്യൂവ്. നല്ല ഒരു ഫ്രണ്ട് ഡോറ്, ഡബിൾ പാളി ഡോറ് കണ്ട് നമ്മൾ അകത്തേക്ക് കയറുകയാണ്. വലിപ്പമുള്ളൊരു കാർ പോർച്ച് നമ്മൾ കണ്ടിരുന്നു. സിറ്റ് ഔട്ട്, നല്ലൊരു സിറ്റ് ഔട്ട്. നേരെ നമ്മൾ ഇതാണ് തേക്കിൻ്റെ തടി കൊണ്ട് പാനൽ ചെയ്തിരിക്കുന്ന നല്ല ഒരു ഫ്രണ്ട് ഡോറ്. അതുപോലെ തന്നെ ഡോറ് കംപ്ലീറ്റ് തേക്കാണ്. കട്ടള ആഞ്ഞിലിയാണെങ്കിലും തേക്ക് കൊണ്ട് പാനൽ ചെയ്തിരിക്കുന്നത്. നേരെ നമ്മൾ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി കഴിയുമ്പോൾ നമുക്ക് വിശാലമായ ഒരു സ്വീകരണമുറി. അവിടെ നല്ല ഇൻറ്റീരിയർ വർക്കുകൾ അടങ്ങിയിരിക്കുന്നു. ഇവിടുന്ന് നമ്മൾ നമ്മുടെ ഡൈനിങ് ഹാളിലേക്ക് പോവുകയാണ്. നല്ല വലിപ്പമുള്ളൊരു സ്വീകരണമുറി തന്നെയാണ് നമ്മൾ കണ്ടത്. ഇതാണ് നമ്മുടെ ഒരു പാർട്ടീഷൻ വർക്കായിട്ട് ചെയ്തിരിക്കുന്നത്. നല്ല ഗംഭീരമായ തടി കൊണ്ടുള്ള പാനലിംഗ് ഒക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയർ വർക്കുകളായിക്കോട്ടെ നല്ല ഒരു വാം വൈറ്റ് ഫീലിംഗ് ഉള്ള നല്ല ലൈറ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് നമ്മൾ കയറുകയാണ്. ഇതാണ് തേക്കിൻ്റെ പാനലിംഗ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കാണാൻ നല്ല രസകരമായൊരു പാനലിംഗ് ആണ്. അവിടെ നിന്ന് നമ്മൾ നേരെ ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാളിലേക്ക് ഡൈനിങ് ഹാളിൽ കയറി കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല ഒരു ഭയങ്കര വലിപ്പമുള്ളൊരു ഡൈനിങ് ഹാളാണ്. ശരിക്കും ഇതിനെ ഡൈനിങ് ഹാൾ എന്ന് മാത്രം പേരിട്ട് വിളിച്ചാൽ പോരാ, ഡൈനിങ് ഹാൾ കം ഫാമിലി ലിവിങ് ഏരിയ എന്നുകൂടി വിളിക്കണം. കാരണം അത്രയ്ക്ക് വലിപ്പമുള്ളൊരു ഡൈനിങ് ഹാളാണ്. ഈ സൈഡിൽ ഡൈനിങ് ടേബിൾ ഇട്ടിട്ട് നടുഭാഗത്തായിട്ട് നമുക്കൊരു സോഫ സെറ്റൊക്കെ ഇട്ട് നമുക്ക് TV കാണുവാനായിട്ടുള്ള പോയിൻ്റൊക്കെ ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഡോറുകളെല്ലാം തേക്കാണ്. അകത്തെ ഡോറുകളും എല്ലാം തേക്കിൻ്റെ തടി കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുക. TV യൂണിറ്റാണ് ഇവിടെ കാണുന്നത്. TV യൂണിറ്റിൻ്റെ പോയിൻ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബെഡ്റൂമിൻ്റെ ഡോറുകളുടെ ദൃശ്യങ്ങളിലേക്ക് കയറുകയാണ്. ബെഡ്റൂമിൻ്റെ ഡോറുകളാണിത്. തേക്കിൻ തടി കൊണ്ടുള്ള ബെഡ്റൂമിൻ്റെ ഡോറുകൾ. അവിടുന്ന് ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ കയറുകയാണ്. ഇതാണ് ഒരു ലൈറ്റ്, ഒരു ഫാൻസി ലൈറ്റ്, ഒരു ഫാന്, AC യുടെ പോയിൻ്റ്, ബെഡ് സ്വിച്ച്, അതുപോലെ തന്നെ
മാസ്റ്റർ ബെഡ്റൂമിൽ ഒരു മാസ്റ്റർ സ്വിച്ച്, കാരണം നമുക്ക് രാത്രിയിലൊക്കെ എന്തെങ്കിലും ഒരു ഒച്ചയൊക്കെ പുറത്ത് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ലൈറ്റ് ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ തന്നെ വീടിൻ്റെ ചുറ്റുമുള്ള ലൈറ്റ് തെളിയും. കാരണം എന്തെങ്കിലുമൊക്കെ ഒരു അനക്കോ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ അത് കൂടുതലും മാസ്റ്റർ ബെഡ്റൂമിലാണ് കൊടുക്കുക. അങ്ങനെ ഉള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാ ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ടോയ്ലറ്റ്. എല്ലാം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ചിരിക്കുന്ന നല്ല ടോയ്ലറ്റ്. പൈപ്പുകളാവട്ടെ എല്ലാം നല്ല ബ്രാൻഡഡ് കമ്പനി പൈപ്പുകൾ തന്നെ. ഇതാണ് നമ്മുടെ നല്ല ഗ്രാൻഡായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി വീട് എന്ന് തന്നെ പറയാം. ഇത് അറ്റാച്ച്ഡ് ടോയ്ലറ്റിൻ്റെ അടുത്ത് തന്നെ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് നമ്മൾ കണ്ടു. നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. നല്ല വലിപ്പം കൊണ്ട് തന്നെ ഏറ്റവും നല്ല ഉത്തമമായ ഒരു ബെഡ്റൂം തന്നെയാണ്. ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങി രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. നല്ല എല്ലാ കാര്യങ്ങളിലും നല്ല ഒരു ഫിനിഷിങ് അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ ഈ വീടിനെ പറ്റി നമുക്ക് പറയാനായിട്ടുള്ളത്. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഒരു എൻജിനീയറുടെ കരവിരുത് എത്രത്തോളം മനോഹരമാണ് എന്നുള്ളതിന്, അല്ലെങ്കിൽ അവരുടെ അറിവ് എത്രത്തോളം മനോഹരമാണ് എന്നുള്ളത് തന്നെയാണ് ഈ വീടിൻ്റെ ഓരോ നിർമ്മാണത്തിലും വന്നിരിക്കുന്നത്. ഇതാണ് വാഷ് ഏരിയ വന്നിരിക്കുന്നത്. വാഷ് ഏരിയയിൽ നമുക്ക് നല്ല മിറർ തന്നെ സ്വിച്ചുള്ള പുതിയ മോഡൽ മിറർ തന്നെയാണ്. ഇവിടെ നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമാണ്. രണ്ടാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. മുഴുവൻ തേക്കൻ തടി കൊണ്ടുള്ള ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. കട്ടളയെല്ലാം ആഞ്ഞിലി, കട്ടിയുരുപ്പിടിയായിട്ടുള്ളതെല്ലാം ആഞ്ഞിലി. ജനലിൻ്റെ ആണെങ്കിലും വാതിലുകളുടെ ആണെങ്കിലും കട്ടിയുരുപ്പിടി എല്ലാം ആഞ്ഞിലി. ഡോറുകൾ കംപ്ലീറ്റ് തേക്ക് തന്നെയാണ് കൊടുത്തിരിക്കുക. നമുക്കറിയാം ഒരു കുമ്മിക്കടി തേക്കിൻ്റെ വില എന്താണ് എന്നുള്ളത്. നമ്മളിപ്പോൾ ഒരു 65 വണ്ണമുള്ളൊരു തേക്കൻ തടി എടുക്കാൻ മില്ലിൽ ചെന്ന് കഴിഞ്ഞാൽ 3500 രൂപയ്ക്കാണ് ഒരു കുമ്മിക്കടിക്ക് തേക്ക്. അപ്പോൾ ഇത്രയും വീടിന് മുഴുവൻ തേക്കെടുക്കുമ്പോൾ തന്നെ എന്ത് റേറ്റ് വരും എന്ന് നമുക്കൊന്ന് ചിന്തിക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് നമ്മൾ നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ്. രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മളിത് കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് കാണാം. നല്ല കബോർഡ് വർക്കുകളാണ് ചെയ്തിരിക്കുക. ലീഗലി ഡോക്യുമെൻറ്റ്സ് എല്ലാം നോക്കി എടുത്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണ്. അതായത് ലീഗലി എല്ലാം പക്കയായിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. അഡ്വക്കേറ്റിനെ കൊണ്ട് ലീഗൽ നോക്കിയിട്ട് മാത്രമാണ് ഈ പ്രോപ്പർട്ടി വാങ്ങിച്ചത്. അതുകൊണ്ട് തന്നെ ബാങ്ക് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ബാങ്ക് ലോൺ സൗകര്യങ്ങൾ ചെയ്തു തരാൻ വളരെ എളുപ്പമാണ്. ലീഗലി ഒരു വിഷയം ഉണ്ടാവില്ല. നിങ്ങൾക്ക് സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ ഏറ്റവും പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുന്നത് തന്നെയാണ്. 2 ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ പോവുകയാണ്. മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുൻപ് വാഷ് കൗണ്ടർ ഇവിടെ തന്നെ ഒന്നുകൂടി കാണാം. കാരണം ഡൈനിങ് ഹാളിൽ നിന്നൊന്ന് തിരിച്ചാണ് വാഷ് കൗണ്ടർ ചെയ്തിരിക്കുക. ഫുഡൊക്കെ ആരെങ്കിലും കഴിക്കുന്ന സമയങ്ങളിൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ തന്നെയാണ് വാഷ് കൗണ്ടർ ചെയ്തിരിക്കുക. RC പള്ളിയുമായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം 1 കിലോമീറ്റർ ദൂരമാണ്. അതുപോലെ തന്നെ കടകളുമായിട്ടുള്ള ദൂരം, കടകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു മാർക്കറ്റാണ് പൈക എന്ന് പറയുന്നത്. ആ വലിയ മാർക്കറ്റുമായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം 1 കിലോമീറ്റർ ദൂരമാണ്. അവിടെ സൂപ്പർ മാർക്കറ്റുകളാവട്ടെ, വെജിറ്റബിൾ, മീറ്റ്സ്, ചിക്കൻ അല്ലെങ്കിൽ എല്ലാത്തരം മീറ്റ്സുകളും അതുപോലെ എല്ലാം കിട്ടുന്ന സൂപ്പർ മാർക്കറ്റുകൾ, ബേക്കറി, ഹോട്ടലുകൾ എന്ന് വേണ്ടുന്ന എല്ലാം കിട്ടുന്ന വലിയൊരു മാർക്കറ്റാണ്. മലഞ്ചരക്ക് അതുപോലെയുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്ന വലിയ മാർക്കറ്റാണ്. ആ മാർക്കറ്റുമായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് വെറും 1 കിലോമീറ്റർ ദൂരം മാത്രമാണ്. ഈ വീട്ടിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ബസ് റൂട്ടാണ്. ബസ് റൂട്ട് മിക്കവാറും സമയങ്ങളിലും ബസ്സുള്ള റോഡ് തന്നെ. ആ റോഡ് നേരെ 1 കിലോമീറ്റർ ദൂരം വന്നു കഴിയുമ്പോൾ അവിടെ നിന്ന് 100 മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയാൽ മൊത്തത്തിൽ 1 കിലോമീറ്റർ ദൂരം വീട് വരെ. അപ്പോൾ നമുക്ക് എപ്പോഴും ബസ് സൗകര്യങ്ങൾ ഉള്ള ഒരു ലൊക്കേഷൻ തന്നെയാണ്. നല്ല റെസിഡൻഷ്യൽ മേഖലയാണ്. അലമ്പുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ്. നമ്മളൊരു വീട് തിരഞ്ഞെടുക്കുമ്പോൾ തിരഞ്ഞെടുക്കേണ്ട മറ്റൊരു കാര്യം കൂടിയാണ് നല്ല റെസിഡൻഷ്യൽ മേഖലയിലായിരിക്കണം വീട് എന്നുള്ളത്.
അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ്. നിങ്ങൾക്ക് വന്ന് വീട് കാണുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകും. അങ്ങനെയുള്ള സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ മേഖലയിൽ വില നെഗോഷ്യബിളാണ്. 90 ലക്ഷം രൂപ ചോദിച്ചാലും നെഗോഷ്യബിൾ പ്രൈസാണ്. നമുക്കത് എത്ര വരെ കുറയും എന്ന് പലരും വീഡിയോയിലൂടെ കാണുമ്പോൾ കമൻ്റായിട്ടും അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ ചോദിക്കാറുണ്ട്. അത് ലാസ്റ്റ് പ്രൈസ് തീരുമാനിക്കേണ്ടത് പല ഘടകങ്ങളെ ആശ്രയിച്ചാണ്. അപ്പോൾ നേരിട്ട് ഉടമയുമായിട്ട് സംസാരിക്കുവാനായിട്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ ഉടമയായിട്ട് സംസാരിച്ചതിന് ശേഷം നേരിട്ട് നിന്ന് വില പേശി കച്ചവടം ഉറപ്പിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. അതായത് ആധാരത്തിന് എത്ര താമസമുണ്ടാകും, ലോൺ എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ലാസ്റ്റ് പ്രൈസ് നിൽക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു ലാസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞൊരു പ്രൈസിലേക്ക് നമുക്ക് ഏജൻസി എന്ന നിലവാരത്തിൽ മീനച്ചിൽ ഹോംസിന് പറയാൻ പറ്റില്ല. ഇവിടെ വേണമെങ്കിൽ ഗ്ലാസ് പാർട്ടീഷൻ ചെയ്യാവുന്ന രീതിയിലാണ് ക്ലോസറ്റ് സെറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നൊരു വീട്, നല്ല ഗുഡ് കൺസ്ട്രക്ഷൻ, നല്ല ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിൽ തന്നെ എല്ലാം അതിൻ്റേതായ അടുക്കോടും ചിട്ടിയോടും കൂടി ചെയ്തിരിക്കുന്നു. വീടിൻ്റെ പ്ലാനാണെങ്കിലും കറക്റ്റ്, നല്ല ഒരു സ്പേസ് പോലും വെറുതെ കളയാത്ത രീതിയിൽ ചെയ്തിരിക്കുന്ന പ്ലാന്. അങ്ങനെയുള്ള ഒരു സ്പേസ് പോലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വെറുതെ പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം അത്രയ്ക്ക് നല്ല ഒരു കിടുക്കൻ പ്ലാനാണ്. അങ്ങനെയുള്ള നല്ലൊരു വീടിൻ്റെ നല്ല ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ ഈ വീടിൻ്റെ പ്രധാനപ്പെട്ട മേഖലയായിട്ടുള്ള കിച്ചണിലേക്ക് നമുക്കൊന്ന് കയറാം. കിച്ചണും കൂടി കണ്ടുകൊണ്ട് ഈ വീഡിയോ വൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. കിച്ചണിൽ നല്ല വലിപ്പമേറിയ കിച്ചൺ, ഗ്രിപ്പുള്ള ടൈലാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ വെള്ളമൊക്കെ വീണതിൽ തെന്നി വീഴാതിരിക്കാനായിട്ട് അങ്ങനത്തെ ഒരു ടൈലാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കബോർഡുകളെല്ലാം തടി കൊണ്ടുള്ള കബോർഡുകൾ തന്നെയാണ് ഈ കിച്ചണിലും കൊടുത്തിരിക്കുക. നാനോ വൈറ്റാണ് ടേബിൾ ടോപ്പ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വർക്ക് ഏരിയയിൽ പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട്. വീട് ഇരിക്കുന്നത് കിഴക്ക് ദർശനത്തിലാണ്. അതുകൊണ്ട് തന്നെ കിഴക്കോട്ട് തന്നെയാണ് അടുപ്പം കൊടുത്തിരിക്കുക. വടക്ക് കിഴക്ക് മൂലയിൽ കിണർ, അങ്ങനെയെല്ലാം വാസ്തു നോക്കി ചെയ്തിരിക്കുന്ന വീട് തന്നെയാണ്. അപ്പോൾ കിഴക്ക് ദർശനത്തിലൊരു വീട് സ്വന്തമാക്കണമെന്ന് നിങ്ങൾ എപ്പോൾ ആഗ്രഹിക്കുന്നുവോ ഉടൻ തന്നെ വിളിക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു ഇതുണ്ട്. ബാക്ക് ഡോർ വരെയും കൊടുത്തിരിക്കുന്നത് തേക്കിൻ തടി കൊണ്ട് തന്നെയാണ്. അപ്പോൾ അടിപൊളി വീട്. നമ്മൾ വില പറഞ്ഞു, അതുപോലെ തന്നെ വീടിൻ്റെ മൊത്തത്തിലുള്ള വീഡിയോയും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നല്ല ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അപ്പോൾ മീനച്ചിൽ ഹോംസിൻ്റെ ഈ വീഡിയോയോടൊപ്പം കാണുന്ന ഫോൺ നമ്പറിലേക്ക് തന്നെ വിളിക്കൂ. ഏത് സമയത്ത് വന്നാലും വീട് കാണുവാനായിട്ട്, രാവിലെയോ വൈകുന്നേരമോ ഉച്ചയ്ക്കോ ഏത് സമയവും ആയിക്കോട്ടെ, ഏത് സമയത്തും നിങ്ങൾക്ക് വീട് കാണാം. പലരും വിളിച്ചാൽ കിട്ടുന്നില്ല എന്ന് പരാതി പറയാറുണ്ട്. അങ്ങനെയുള്ളവർ വാട്സപ്പിലൊരു മെസ്സേജ് ഇട്ടാൽ മതി. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വാട്സപ്പ് പരിശോധിക്കുന്നതാണ്. 3 ഫേസ് ആണ് വയറിങ് കൊടുത്തിരിക്കുക. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എല്ലാ കാര്യങ്ങളിലും അതുപോലെ നോക്കി ചെയ്തിരിക്കുന്നതാണ് എന്നുള്ളത്. അപ്പോൾ പുതുപുത്തൻ വീഡിയോസുമായി മീനച്ചിൽ ഹോംസ് എന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യുവാനും ഈ വീഡിയോ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള മീനച്ചിൽ ഹോംസ് വഴി നിങ്ങൾക്ക് ഒരു വീട് സ്വന്തമാക്കുവാൻ സാധിക്കട്ടെ. അപ്പോൾ പുതുപുത്തൻ വീഡിയോസുമായി നാളെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.